السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത മേഖലകളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന രംഗത്ത് ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങളും ആരോപണങ്ങളും അതോടനുബന്ധമായ ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ഘട്ടത്തിലും പ്രബോധന രംഗത്ത് നിന്ന് ശത്രുക്കളുടെ ആരോപണങ്ങൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തളർത്തിയില്ല, പിന്മാറ്റിയില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ പ്രത്യേകമായ ഒരു കാവലായിരുന്നു. മാത്രമല്ല, ശത്രുക്കൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവോ അത്രത്തോളം അവിടുത്തെ മികവും അവിടുത്തെ വളർച്ചയും അവിടുത്തെ പ്രശസ്തിയും കൂടിയിട്ടേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയ പല ആരോപണങ്ങളും ഒരു വേള പലരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വരെ കാരണമായി തീരുകയാണ് ഉണ്ടായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ പ്രചരിപ്പിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാൻ എത്തിയ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ശത്രുക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആരോപണങ്ങൾ മെനഞ്ഞുവോ? ഇസ്ലാമിലേക്ക് ആളുകൾ അടുക്കാതിരിക്കാനല്ലേ അത് പറഞ്ഞത്? ആ പ്രവാചകനെ പിൻപറ്റാതിരിക്കാനല്ലേ അത് പറഞ്ഞത്? എന്നാൽ അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ തകിടം മറിഞ്ഞതായാണ് ഇസ്ലാമിക ചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ പറഞ്ഞു പരത്തിയത് കേട്ട് മനസ്സിലാക്കിയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ചെന്ന് സത്യത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടുത്തോട് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചുപോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ ഫലിച്ചിട്ടില്ല എന്നതിന് ചരിത്രത്തിലെ വളരെ കൃത്യമായ രേഖകളാണ് അതൊക്കെ. ഒരൊറ്റ ഉദാഹരണം സുഹൃത്തുക്കളെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞു പരത്തിയ ഒരു ദുരാരോപണം ഉണ്ടായിരുന്നു. അവിടുത്തേക്ക് മനസ്സിന് സുഖല്യ, മനോരോഗിയാണ്, ഭ്രാന്ത് ബാധിച്ചിരിക്കുന്നു, ജിന്നു കൂടിയ വ്യക്തിയാണ്, പിശാച് ബാധിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
മാനസികമായ ആരോഗ്യത്തെ പോലും ചോദ്യം ചെയ്ത് ഭ്രാന്തനാണെന്നും പിശാചു ബാധിച്ചവനാണെന്നും പറഞ്ഞു വരുത്തിക്കൊണ്ട് അവിടുത്തെ സമീപത്തേക്ക് ആളുകൾ അടുക്കാതിരിക്കാനും അവിടുന്ന് ക്ഷണിക്കുന്ന കലിമത്ത് തൗഹീദിന്റെ വെളിച്ചം ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാനും വേണ്ടി ശത്രുക്കളെമ്പാടും പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രചരണം കേൾക്കാൻ ഇടയാവുകയാണ് ഒരു മഹാനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ നമുക്ക് കാണാം, ളിമാദ് റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ആ ചരിത്രം കാണാം. എന്താണ് പറയുന്നത്? അന്ന ളിമാദൻ ഖദിമ മക്ക, അല്പം ദൂരെയുള്ള പ്രദേശത്തുകാരനായ ളിമാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഖദിമ മക്ക, അദ്ദേഹം മക്കയിൽ വരികയാണ്. മക്കയിൽ വന്നപ്പോ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വകാന യർഖി മിൻ ഹാദിഹി റീഹ്, ഇങ്ങനെ പിശാചു ബാധിച്ച ആളുകളെ, ജിന്ന് ബാധിച്ച ആളുകളെ, പിശാചു ബാധിച്ചവരെ, ഭ്രാന്തുള്ളവരെ ഒക്കെ മന്ത്രിച്ച് ചികിത്സിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഫസമിഅ സുഫഹാഅ മിൻ അഹ്ലി മക്ക, ഇദ്ദേഹം മക്കയിലെത്തിയപ്പോൾ, ഇദ്ദേഹം കാഫിറാണ്, വിശ്വാസിയല്ല. ആ വ്യക്തി മക്കയിലെത്തിയപ്പോൾ മക്കക്കാരിൽ നിന്നുള്ള വിഡ്ഢികളായ ആളുകൾ പറയുന്നത് അയാൾ കേട്ടു. എന്താ അവര് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? യഖൂലൂന ഇന്ന മുഹമ്മദൻ മജ്നൂൻ, നിശ്ചയം മുഹമ്മദ് പിശാചു ബാധിച്ചവനാണ്, ഭ്രാന്ത് പിടിച്ചവനാണ്, ഭ്രാന്താണ്, തലക്ക് സുഖമില്ലാത്ത ഒരാളുണ്ട് ഈ മക്കയിൽ എന്നിങ്ങനെ മക്കയിലേക്ക് വന്ന വിദേശിയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കളുടെ പ്രചരണം അദ്ദേഹത്തിന്റെ കാതിലും വരികയാണ്. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെ ഒരാള് സുഖമില്ലാതുണ്ടോ എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ചികിത്സിക്കണല്ലോ. ആ നിലക്ക് അദ്ദേഹം ഫഖാല, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ലൗ അന്നീ റഅയ്തു ഹാദർ റജുല ലഅല്ല അല്ലാഹ യശ്ഫീഹി അലാ യദയ്യ, ലൗ അന്നീ റഅയ്തു ഹാദർ റജുല, ഈ മനുഷ്യനെ, ആ പുരുഷനെ, ഈ പുരുഷനെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ, ലഅല്ല അല്ലാഹ യശ്ഫീഹി അലാ യദയ്യ, എന്റെ കൈക്ക് അല്ലാഹ് അദ്ദേഹത്തിന് ശിഫ കൊടുത്താലോ. ഞാൻ ഇങ്ങനെ ഈ കാര്യം ചികിത്സിക്കുന്ന ആളാണല്ലോ, ഇങ്ങനെ ഈ ചികിത്സയിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് മുഹമ്മദിന് ഇങ്ങനെ സുഖമില്ലെങ്കിൽ, ഇങ്ങനെ ഭ്രാന്താണെങ്കിൽ അതിന് ചികിത്സിക്കുന്ന ഒരാളാണല്ലോ ഞാൻ, മന്ത്രിക്കുന്ന ഒരാളാണല്ലോ ഞാൻ. അതുകൊണ്ട് എന്റെ കൈക്ക് അദ്ദേഹത്തിനൊരു ശിഫ കിട്ടിയാലോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിഹസിച്ചിട്ടൊന്നുമല്ല. കാരണം ളിമാദ് കേൾക്കുന്നത് ഇയാൾക്ക് സുഖല്യാണ്. അപ്പോ എന്തായിരുന്നാലും അദ്ദേഹത്തിന് മനസ്സിൽ ആരോ ആവട്ടെ, ഒരു പരിചയമില്ല, എന്നാ പോയി നോക്കാം, എന്റെ കൈ മുഖേന അദ്ദേഹത്തിന്, എന്റെ കൈക്ക് അള്ളാഹു അദ്ദേഹത്തിന് ഒരു ശിഫ കൊടുത്താലോ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫലഖിയഹു, അങ്ങനെ ളിമാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടി. ഫഖാല, അദ്ദേഹം വിളിച്ചു, അദ്ദേഹം അറിഞ്ഞല്ലോ അന്ന് മുസ്ലിമല്ല, അദ്ദേഹം വിളിച്ചു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നി അർഖി മിൻ ഹാദിഹി റീഹ്, ഇത്തരത്തിലുള്ള പിശാച് ബാധയുള്ള ആളുകൾക്ക് മന്ത്രിക്കുന്നയാളാണ് ഞാൻ, അങ്ങനെ അതിന് മന്ത്രം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നല്ലാഹ യശ്ഫീ അലാ യദയ്യ മൻ ശാഅ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ എന്റെ കൈ മുഖേന അല്ലാഹ് ശിഫ കൊടുക്കാറുണ്ട്. ഞാൻ മുഖേന പലർക്കും ശിഫ കിട്ടിയിട്ടുണ്ട്, അല്ലാഹ് ശിഫ കൊടുത്തിട്ടുണ്ട്. ഫഹല്ലക, ഞാൻ നിങ്ങൾക്ക് ചികിത്സിക്കട്ടെയോ, ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കട്ടെയോ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ മനുഷ്യൻ ചോദിച്ചതാണ്, പരിഹസിച്ചതല്ല. അദ്ദേഹം അത് വിശ്വസിച്ചിരിക്കുകയാണ്. അത് കേട്ടിട്ട് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആരും അദ്ദേഹത്തെ സമീപിക്കരുതെന്ന് വിചാരിച്ച് ദുഷ്ടന്മാര് നടത്തിയ ദുഷ്പ്രചരണം നോക്കൂ നിങ്ങൾ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലേക്ക് എങ്ങനെന്നോ എത്തിയ ളിമാദ് റളിയല്ലാഹു അൻഹുവിനെ ആ സദസ്സിൽ എത്തിച്ചത് ഈ ദുഷ്പ്രചരണമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ളിമാദ് അവിടെ പോവില്ല, അല്ലെങ്കിൽ ളിമാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിൽ എത്തില്ല. ശത്രുവിന്റെ ഈ ദുഷ്പ്രചരണമാണ് ളിമാദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിലേക്ക് എത്തിച്ചത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ചികിത്സിക്കട്ടെയോ, എന്റെ കൈക്ക് പലർക്കും ശിഫ കിട്ടിയിട്ടുണ്ട്, അല്ലാഹ് ശിഫയാക്കിയിട്ടുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചൊന്നുമില്ല.
എന്താ പറഞ്ഞത്? ഉടനെ പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. ഇത്രേ പറഞ്ഞുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബകളും പ്രസംഗങ്ങളും ഒക്കെ ആരംഭിക്കുമ്പോൾ അവിടുന്ന് ഒരു ഉപദേശത്തിന്റെ തുടക്കത്തിൽ പറയുന്ന മഹത്വമേറിയ മഹൽ വചനങ്ങൾ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. നഹ്മദുഹു, നാം അവനെ സ്തുതിക്കുന്നു. വനസ്തഈനുഹു, നാം അവനോട് മാത്രം കാവലിനെ ചോദിക്കുന്നു. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു, ആർക്ക് അല്ലാഹു സന്മാർഗം നൽകിയോ അവനെ പഴപ്പിക്കുന്ന ഒരാളുമില്ല. വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു, ആരെ അല്ലാഹു തആല പഴപ്പിച്ചിട്ടുണ്ടോ, ആർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലയോ, ഫലാ ഹാദിയ ലഹു, അവന് സന്മാർഗം കൊടുക്കാനും ഒരാൾക്കും സാധ്യമല്ല. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ആരാധ്യനും ഇല്ല എന്ന്. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കാളിയുമില്ല. അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ്, അബ്ദുഹു, ആ അല്ലാഹുവിന്റെ ഏകനായ ഇലാഹായ അല്ലാഹുവിന്റെ ദാസനാണ്. വറസൂലുഹു, അവന്റെ ദൂതനുമാണ്. അമ്മാ ബഅദ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ പറഞ്ഞു നിർത്തിയപ്പോഴേക്ക് ളിമാദ് എന്ന മനുഷ്യൻ പറയുന്നു, അഇദ് അലയ്യ കലിമാതിക ഹഉലാ, മുഹമ്മദേ, നിങ്ങൾ ഇപ്പൊ എന്നെ കേൾപ്പിച്ച ആ വാചകങ്ങളൊന്ന് എന്നോട് ആവർത്തിച്ച് കേൾപ്പിക്കൂ. ഇപ്പൊ പറഞ്ഞ വാചകങ്ങൾ എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് കേൾപ്പിക്കൂ. ഫഅആദഹുന്ന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മറാത്തിൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അതേ ആ സന്ദർഭത്തിൽ ദിമാദ് ആവശ്യപ്പെട്ടതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ മഹൽ വചനങ്ങൾ, ഈ കലിമത്തുകൾ ഇങ്ങനെ 3 തവണ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആവർത്തിച്ച് കേൾപ്പിച്ചു. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ഈ അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതുവരെ കേട്ടപ്പോഴേക്ക് തന്നെ ദിമാദിന്റെ മനസ്സ് മാറുന്നു. അദ്ദേഹം പറയുന്നു, ലഖദ് സമിഅ്തു ഖൗലൽ കഹന വഖൗലസ് സഹറ വഖൗലശ് ശുഅറാ, ഞാൻ ഒരുപാട് ജ്യോത്സ്യന്മാരുടെ വാക്കുകൾ കേട്ടവനാണ്, ഒരുപാട് ജാലവിദ്യക്കാരുടെ സാഹിറുകളുടെ വാക്യങ്ങൾ കേട്ടവനാണ്, ഒരുപാട് കവികളുടെ വാക്യങ്ങളും കവിതകളും ഒക്കെ കേട്ടുപഴത്തഴമ്പിച്ചവനാണ് ഞാൻ. എന്നാൽ ഫമാ സമിഅ്തു മിസ്ല കലിമാതിക ഹഉലാ, താങ്കളിൽ നിന്ന് ഇപ്പോൾ കേട്ടിട്ടുള്ള ഇതുപോലെയുള്ള ഒരു കലിമത്ത് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. വലഖദ് ബലഗ്ന നഊസൽ ബഹരി, ഏത് വലിയ സമുദ്രത്തിന്റെ അടിത്തട്ടിലും അതേ ആഴ്ന്നിറങ്ങുന്ന നിലക്കുള്ള വാക്കാണല്ലോ അങ്ങ് ഉച്ചരിച്ചത്. ഇതും പറഞ്ഞുകൊണ്ട് മഹാനായ ദിമാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപേക്ഷിക്കുകയാണ്, ഹാത്തിയദക, അങ്ങയുടെ കൈയൊന്ന് നീട്ടൂ, ഉബായിഉക അലൽ ഇസ്ലാം, ഞാൻ അങ്ങയോട് ഞാൻ മുസ്ലിമായി കൊള്ളാമെന്നതിന്റെ പേരിൽ പ്രതിജ്ഞ എടുക്കട്ടെ, ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണ്, ആ പരിശുദ്ധമായ കരം ഒന്ന് എന്നിലേക്ക് നീട്ടിത്തരൂ. ഖാല, അങ്ങനെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫബായഅഹു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം കൈപിടിച്ചുകൊണ്ട്
ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമാകുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗ്രഹം നോക്കൂ. അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, വഅലാ ഖൗമിക്, താങ്കളുടെ സമുദായത്തിന്റെ അടുത്തും നിങ്ങൾ ഈ പ്രതിജ്ഞ പഠിപ്പിക്കാമോ? ഞാൻ ഈ പഠിപ്പിച്ച ആദർശം നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ സമൂഹത്തോടും പറയാമോ? അതും നിങ്ങൾ ചെയ്യുമോ? റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ നബിയേ, വഅലാ ഖൗമി, എന്റെ കാര്യത്തിൽ മാത്രമല്ല എന്റെ നാട്ടുകാർക്കും കൂടി പ്രതിനിധിയായിക്കൊണ്ട് അങ്ങയിൽ നിന്ന് ഈ വിശുദ്ധമായ ആദർശത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ അതേ സ്വഹീഹ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണിത്. ഈ സംഭവത്തിൽ നിന്ന് എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചില കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അതേ മഹാന്മാരായ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചു പോലും ശത്രുക്കൾ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ മോശപ്പെട്ടവനാണ്. അതേ ഇന്നും ഓരോ രൂപത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമാണല്ലോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പാട്ടുംപാടി നടക്കുന്ന ഒരു ഷായിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ജോത്സ്യൻ കാഹിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മജീഷ്യനാണ്, മെസ്മരീസം കൊണ്ട് നടക്കുന്ന മായാജാലക്കാരനായ സാഹിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മജ്നൂൻ പിശാചുബാധയേറ്റിട്ടുള്ള ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ആധുനിക കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള ദുഷ്പ്രചരണങ്ങളുടെ ശക്തി അടങ്ങിയിട്ടില്ല. അവിടുത്തെ ലൈംഗിക പരിശുദ്ധിയെ വരെ ചോദ്യം ചെയ്യുന്ന സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, കാർട്ടൂണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ മനസ്സിന്റെ ക്രൂരതയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതേ ഏത് കാലത്തും ഇസ്ലാമിന്റെ നേതാക്കൾ, ഇസ്ലാമിന്റെ പ്രവാചകന്മാർ വളരെയേറെ ദുഷിച്ച ആരോപണങ്ങൾക്കെല്ലാം വിധേയരായപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചിന്തിച്ചു നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അതേ ശത്രുക്കളെ വരെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത് ഇദ്ദേഹം മന്ത്രിക്കാൻ ചെന്നതാണ്. അത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനതയും ഇസ്ലാമിലേക്ക് എത്താനാണ് നിമിത്തമായത്. ഇന്നും അത് തുടരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ എത്ര ശക്തമായ ആരോപണങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അധുനാധുന മീഡിയകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രചരിപ്പിക്കുന്നുവോ, അതിന്റെ 10 മടങ്ങതാ ആളുകൾ വസ്തുതകൾ പഠിക്കാൻ തയ്യാറാകുന്നു. അവിടുത്തെ ചരിത്രം അവര് മനസ്സിലാക്കുന്നു, അവിടുത്തെ മഹത്വം അവര് മനസ്സിലാക്കിക്കൊണ്ട് ശത്രു എന്തുദ്ദേശിച്ചുകൊണ്ടാണോ ആരോപണങ്ങൾ പറഞ്ഞതെങ്കിൽ അതിന് നേർ വിപരീതമായിക്കൊണ്ട് ആളുകൾ അതാ അവിടുത്തെ മഹത്വത്തെ വാഴ്ത്തുന്നു, ഇസ്ലാമിലേക്ക് കൂട്ടമായി കടന്നു വരുന്നു. അതിന്റെ മുമ്പിൽ ഉദാഹരണമായി പറയാൻ എമ്പാടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നിമിത്തമായി. നോക്കണം, അപ്പൊ ഏത് ദുരാരോപണങ്ങളും കേൾക്കുന്ന മാത്രയിൽ നമുക്ക് വിഷമം തോന്നിയേക്കും, പക്ഷെ അതിന്റെ പിന്നിലൊക്കെ അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മജ്നൂൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോ അതെ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരാൾക്ക് എത്താനും അദ്ദേഹത്തിന്റെ സമൂഹം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വരാനും ആ ഒരു ദുരാരോപണമാണ് നിമിത്തമായതെങ്കിൽ ഇന്നും അത് തുടരുന്നു, ഇനിയും അത് തുടരും. സഹോദരങ്ങളെ, അത് നമ്മുടെ മനസ്സുകൾക്ക് കരുത്തു പകരേണ്ടുന്ന ഒരു മഹനീയമായ ചരിത്രമാണ്. ഇനി രണ്ടാമതായി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച അങ്ങേയറ്റത്തെ സഹനമാണ്. അവിടുന്ന് കാണിച്ച അങ്ങേയറ്റത്തെ വിവേകമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആർക്കെങ്കിലും സഹിക്കാനാകൂ? ബുദ്ധിക്ക് യാതൊരു തകരാറില്ലാത്ത, മാനസികമായി ഒരു പ്രയാസമില്ലാത്ത, പക്വതയുള്ള നല്ലവനായ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് പ്രാന്താന്ന് അറിഞ്ഞിട്ട് ചികിത്സിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ പ്രതികരണം? എന്താ നമ്മൾ തിരിച്ചു പറയാ? എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തോട് പ്രതികരിക്കുക? എന്നാൽ ഇവിടെ കാരുണ്യത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് അതേ നിങ്ങൾക്ക് പിശാചുബാധയുണ്ട്, നിങ്ങൾക്കതാ ആ രോഗത്തിന് മന്ത്രിക്കുന്ന വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് വിധങ്ങളോട് നിങ്ങൾ ഒരുക്കമാണോ? അല്ല പലർക്കും എന്റെ കൈ മുഖേന ശിഫ കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ചികിത്സിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ അത് കേട്ട് നിന്നതല്ലാതെ പോടാ എന്റെ മുമ്പെന്ന്
എന്നെ ഭ്രാന്തനാക്കാൻ നോക്കുകയാണോ? എനിക്ക് തലക്ക് സുഖമില്ലെന്ന് പറയുകയാണോ? എന്നെ നീ ഭത്സിക്കുകയാണോ? എന്റെ മേലില്ലാത്ത ആരോപണം പറയുകയാണോ? ഓ സഹാബിമാരെ, പിടിക്കൂ ഈ മനുഷ്യനെ, പിടിച്ചു കെട്ടിയിടൂ, അല്ലെങ്കിൽ മർദ്ദിക്കൂ, അതല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചു പുറത്തേക്കെറിയൂ എന്ന് കാരുണ്യത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ നാട്ടുകാരും മുസ്ലിമീങ്ങളാകാൻ കാരണമാകുമോ? അതല്ലേ അവിടുത്തെ പ്രത്യേകത. ഇന്നക ലഅലാ ഖുലുഖിൻ നബീം. ഓ നബിയേ, നിങ്ങൾ ഏറ്റവും വലിയ ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. അല്ലാഹു നബി തങ്ങളോട് തന്നെ പറഞ്ഞില്ലേ, നബിയേ, നിങ്ങൾ പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, പരിക്കൻ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു താങ്കളെങ്കിൽ, ലം ഫദ്ദൂ മിൻ ഹൗലിക, ആളുകളൊക്കെ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് എന്നോ പിരിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന താങ്കൾക്കതാ എല്ലാവരോടും വളരെ നിർമ്മലമായ പെരുമാറ്റത്തിന് സാധിക്കുന്നു, ലോലമായ പെരുമാറ്റത്തിന് നിങ്ങൾക്ക് സാധിക്കുന്നു. അത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള വലിയ റഹ്മത്ത് മുഖേന തന്നെയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്വഭാവമാണ്. ഒരാള് വന്നിട്ട് ചികിത്സിക്കാൻ വരെയാണ്, ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നമ്മളൊക്കെ എന്താ ചെയ്യാ? ഭ്രാന്താണെന്ന് പറയുമ്പോഴത്ത് വന്നിട്ട് എന്തായിരിക്കും അവരോടുള്ള പ്രതികരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചു, ക്ഷമിച്ചു, നല്ല പ്രതികരണം കൊടുത്തു. അതുകൊണ്ട് വലിയൊരു മാറ്റം ഇസ്ലാമിലേക്ക് കടന്നു വരാനൊരു നിമിത്തമായി. മാത്രമല്ല, ശാന്തമായി കൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചു വന്നതല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോപണത്തിന് മറുപടി വേറൊന്നും പറയണ്ട, ഒരു സത്യം അങ്ങ് കേൾപ്പിക്കുകയാണ്. ഇന്നൽ ഹംദലില്ലാഹ്, സർവശക്തനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. നമുക്ക് തരേണ്ടതൊക്കെ തന്നത് അവനാണ്, അതുകൊണ്ട് സ്തുതി മുഴുവനും അവനാണ്. അവനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. വാസ്തവത്തിൽ നഹ്മദുഹു, അവനെ തന്നെയാണ് സ്തുതിക്കേണ്ടത്. വേറെ ഒരാൾക്ക് ഹംദർപ്പിക്കാൻ ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ആരുമില്ലത് മാതേ എന്ന സൂചന. വനസ്തഈനുഹു, അവനോടാണ് നമുക്ക് കാവൽ ചോദിക്കാനുള്ളത്, അവനോടാണ് സഹായം ചോദിക്കാനുള്ളത്. ആ അല്ലാഹ് ആർക്കെങ്കിലും സന്മാർഗ ദർശനം നൽകിയാൽ അവരെ പഴപ്പിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹയാണ് ഹിദായത്ത് നിങ്ങൾക്ക് തരേണ്ടത്. അല്ലാഹ് നിങ്ങളെ പഴപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അങ്ങേക്ക് ഹിദായത്ത് തരാനും സാധ്യമല്ല. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേ ആ കലിമത്ത് തൗഹീദിന്റെ പ്രഖ്യാപനം, അവനേകനാണ്, ലാ ശരീക ലഹു, അത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ നിയുക്തനായ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇത് കേൾക്കുമ്പോഴേക്കന്നെ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റാണ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ആ വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൊഴിമുത്തുകളായി പുറമേക്ക് വന്നപ്പോൾ ലിമാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ അത് വല്ലാതെ സ്വാധീനിച്ചു എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രല്ല അദ്ദേഹം ഇത് കേട്ട് ആശ്ചര്യഭരിതനാവുകയാണ്. ഇത് കേട്ടപ്പോ അദ്ദേഹത്തെ നോക്കൂ, നമുക്കത് കേട്ടപ്പോ വല്ലതും തോന്നിയോ? പക്ഷെ ലിമാദിന് ഇത് കേട്ടപ്പോ അദ്ദേഹം പറയും, അഇദ് അലയ്യ കലിമാതിക ഹൗലാ, ആ പറഞ്ഞത് ഒന്നുകൂടെ കേൾപ്പിച്ച് ഞാൻ ഒന്നുകൂടെ കേൾക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഈ ആദർശം അങ്ങ് കേൾപ്പിക്കുമ്പോ അദ്ദേഹം പറയാണ്, ഞാൻ ഒരുപാട് പാട്ടുകാരുടെ പാട്ട് കേട്ടിട്ടുണ്ട്, കവിതാശകലങ്ങൾ വായിച്ചവനാണ്, കേട്ടവനാണ്. ഒരുപാട് ആളുകളുടെ ജ്യോത്സ്യന്മാരുടെയും മജീഷ്യന്മാരുടെയും ഒക്കെ വാക്കുകൾ കേട്ടിട്ടുള്ളയാളാണ് ഞാൻ. പക്ഷെ ഇന്ന് വരെ ഹൃദയത്തിന്റെ ആഴിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന, മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, ഏറ്റവും വലിയ പരമമായ ഒരു സത്യത്തിലേക്ക് നിദർശനം നൽകുന്ന ഏറ്റവും വലിയ ഒരു വചനങ്ങൾ ഇന്ന് വരെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അദ്ദേഹം കൈനീട്ടാൻ പറയും. കൈനീട്ടി മുസ്ലിം ആകണം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സത്യത്തിനെന്നും വയസ്സ് 16ആണ്. സത്യം എന്നും നിലനിൽക്കും. സത്യം നിഷ്കളങ്കരായ ആളുകൾ സത്യം കേട്ട് കഴിഞ്ഞാൽ അവരാരെയും ഭയപ്പെടൂല. അവർക്ക് പിന്നെ മറ്റൊന്നും ചിന്തയുണ്ടാവില്ല. കാരണം സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളവർക്കാണ് ഇടവും വലവും ചിന്തിക്കേണ്ടി വരുന്നത്. നേരെ മറിച്ച് അല്ലാഹ് നിന്നെയാണ് ഞാൻ ഏറ്റവും വലുതായി കാണുന്നത് എന്ന് ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ സത്യം മനസ്സിലായാൽ ഉടനെ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ശുദ്ധമായ ഒരു ഹൃദയമാണോ? ശുദ്ധമായ ഒരു ഹൃദയമാണെങ്കിൽ
അതിൽ സത്യം കേട്ടാ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് ആ സത്യത്തിലേക്ക് അങ്ങോട്ട് ചാടി വീഴുന്ന പ്രകൃതമാണ് മനുഷ്യന്റേത്. ലിമാദ് ഞാൻ എന്റെ നാട്ടിലൊന്ന് പോയിട്ടൊന്ന് കൂടി ആലോചിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ് വിനയത്തോടെ, കൈ നീട്ടൂ പ്രവാചകൻ, അങ്ങയുടെ തിരുക്കരം നീട്ടിത്തരൂ, ഞാൻ നിങ്ങളോട് പ്രതിജ്ഞ എടുക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ആഗ്രഹം നോക്കൂ. അള്ളാന്റെ റസൂലിന് ഒരാൾ വിശ്വസിച്ചാ പോരാ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അലാ ഖൗമിക് അലാ ഖൗമിക്, നിങ്ങളുടെ സമൂഹത്തിന്റെ അടുത്തും പോയിട്ട് ഇതൊന്ന് പറയാമോ? ഞാൻ ഈ കേൾപ്പിച്ച ആശയം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അവരെ കൂടി ഈ സത്യത്തിലേക്കൊന്ന് ക്ഷണിക്കാമോ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാണ് എപ്പോഴും ആഗ്രഹം. ഒരാള് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, ഒരാള് സ്വർഗത്തിലേക്ക് എത്തുക, ഒരാള് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് എത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. അവിടുത്തെ മനസ്സിൽ എപ്പോഴും അതാ ചിന്ത, ഒരാള് മുസ്ലിമാകുക, ഒരാള് നന്നാവുക. അത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോയി അതൊക്കെ പറയണം. നമ്മൾ മനസ്സിലാക്കണം, ദഅവത്തിന്റെ പ്രാധാന്യമാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത്. നാം സത്യം മനസ്സിലാക്കി, നാം ഒരു കാര്യം ഉൾക്കൊണ്ടു, ഇതറിഞ്ഞിട്ടില്ലാത്ത, ഉൾക്കൊണ്ടിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ആയിരങ്ങളുടെ പ്രതിനിധികളാണ് നമ്മൾ. അവരിലേക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്, ആദർശത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതുണ്ട്. നാം മുഖേന ഒരാളെങ്കിലും നന്നായി തീർന്നാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാചകം, നീ മുഖേന ഒരാളെങ്കിലും സന്മാർഗത്തിലെത്തിയാൽ ഈ ലോകത്ത് നേടാനുള്ള വൻ വിഭവങ്ങളെക്കാളെല്ലാം ഏറ്റവും മെച്ചം അത് തന്നെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെയും സുഹൃത്തുക്കളെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടും തീർന്നില്ല, ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വശം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതെന്താ? ഇദ്ദേഹം പറഞ്ഞതെന്താ? നിബിതങ്ങളെ കുറിച്ച് കേട്ടപ്പോ തന്നെ ഇയാൾ പറയുന്നത് എന്താ? ലൗ അന്നി റഅയ്തു ഹാദർ റജുല ലഅല്ലല്ലാഹ യശ്ഫീഹി അലാ യദയ്യ, ഞാൻ അയാളൊന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലാഹ് എന്റെ കൈ മുഖേന ചിലപ്പോൾ അയാൾക്ക് ശിഫ കൊടുത്താലോ. ഇയാൾ കാഫിറാ. ഈ കാഫിറായ മനുഷ്യനും മുശ്രിക്കായ മനുഷ്യനും ആരിൽ വിശ്വാസമുണ്ട്? അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. ഇത് നബിതങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു പോകുമ്പോ പറയുന്ന വാക്കൊന്നുമല്ല. അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് അമുസ്ലിമായ കാലഘട്ടത്തിൽ തന്നെ ഇയാൾ പറയണ്, എന്റെ കൈ മുഖേന അല്ലാഹു ശിഫ കൊടുത്തേക്കാമല്ലോ. മാത്രല്ല റസൂലുള്ളാഹിന്റെ മുമ്പിൽ എത്തിയിട്ടും അദ്ദേഹം പറയുന്നത് എന്താ? വഇന്നല്ലാഹ യശ്ഫി അലാ യദി മൻ ശാ ഫഹല്ലക്, എന്റെ കൈ മുഖേന ഒരുപാട് ആളുകൾക്ക് അല്ലാഹ് ശിഫ കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ചികിത്സിക്കട്ടെ, മന്ത്രിക്കട്ടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ശിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ നിഷേധിക്കൽ കൊണ്ട് മാത്രം നടക്കുന്നതല്ല കുഫറും ശിർക്കുമെന്ന്. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ, അള്ളാഹിനെ അംഗീകരിക്കുന്ന ആളുകൾ, പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹിനെ കുറിച്ച് അറിയേണ്ട നിലക്ക് അവർ അറിഞ്ഞില്ല, മനസ്സിലാക്കേണ്ട നിലക്ക് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് നേരെ എത്തിക്കേണ്ടതിന് പകരം ഇടയാളന്മാരിലേക്ക് അവർ പ്രാർത്ഥനകൾ കൊടുത്തു, നേർച്ചകൾ കൊടുത്തു, വഴിപാടുകൾ കൊടുത്തു, ബലിയർപ്പണങ്ങൾ നൽകി. അങ്ങനെ അവര് അള്ളാഹിന്റെ അടുക്കൽ നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് കാര്യം നേടിത്തരണം എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെയും ആത്മാക്കളെയും ഒക്കെ ഞങ്ങൾ പൂജിക്കുന്നത്, ആരാധിക്കുന്നത് അവര് ഞങ്ങളുടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് അല്ലാത്തവർക്ക് ആരാധന നടത്തിയ മുശ്രിക്കുകൾ പോലും പറഞ്ഞത്. ഇക്കൂട്ടരൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് കാര്യം നേടിത്തരാൻ വേണ്ടി റെക്കമെൻഡുകാരാണ്, ശുപാർശക്കാരാണെന്നാണ് അവർ വിശ്വസിച്ചത്. അപ്പോ അള്ളാഹുവിൽ അവർ നിഷേധിച്ചു, അള്ളാഹിനെ അവർ അംഗീകരിച്ചില്ല എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. അത് വസ്തുതക്ക് നിരക്കുന്നതല്ല. ചരിത്രത്തിലെ ഈ ഒരു സംഭവം പോലും അതിന് സാക്ഷിയാണ്. അള്ളയാണ് രോഗം സുഖപ്പെടുത്തുന്നത് എന്ന് കാഫിറായ ലിമാദും വിശ്വസിച്ചിരുന്നു. അള്ളയാണ് രോഗം സുഖപ്പെടുത്തുന്ന ഷാഫി എന്ന് ആര് വിശ്വസിച്ചിരുന്നു? ലിമാദിന് വിശ്വാസമുണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഒട്ടേറെ ഗുണപാഠങ്ങൾ ഈ ഒരു മഹത്തായ സംഭവത്തിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോ ഏത് ആരോപണങ്ങൾ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്
അതെല്ലാം ഏറ്റവും വലിയ ഗുണകരമായി ഭവിച്ച ചരിത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും അവിടുത്തെ ഒട്ടേറെ മഹത്വങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ സൽസരണിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ റബ്ബിന്റെ കാവലുണ്ടായി തീരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.